ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് മൈസൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ മൈസൂരിൽ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളുടെ. അപ്പം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയത് ഒരു പള്ളി കാണാനും ഒരു ക്ഷേത്രം കാണാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഞങ്ങൾ മൈസൂരിൽ രണ്ടാമത്തെ ദിവസം ആദ്യം തന്നെ പോയത് ഒരു പള്ളി സന്ദർശിക്കാനാണ് കേട്ടോ. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ചുകളിലൊന്നായ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്, അതാണ് പള്ളിയുടെ പേര്. ഈ പള്ളി പ്രശസ്തമായിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റൈലിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗോപുരത്തിന് ഏതാണ്ട് 175 അടി ഉയരമാണ് ഉള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണം തന്നെയാണ്. അപ്പോൾ നമ്മളത് കുറേ നേരം അവിടെ നിന്ന് കണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിലേക്ക് ഫോൺ ഒരിക്കലും അലൗഡ് അല്ല. അവർ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അല്ല വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് പള്ളിക്കുള്ളിലേക്ക് കയറിയത്. അപ്പോൾ ആ പള്ളിയുടെ ഉള്ളിലെ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തിലേക്ക് പോയത്. അപ്പം എന്തായാലും ഒരു മനോഹരമായ ഒരു പള്ളിയായിരുന്നു. ഇപ്പം ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഈ പള്ളി കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ക്ഷേത്രം കാണാനായിട്ടാണ് കേട്ടോ. അതായത് ചാമുണ്ടേശ്വരി ക്ഷേത്രം കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. മൈസൂർ നഗരത്തിൽ നിന്നും ഏകദേശം 3300 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. അപ്പോൾ ഞാനും അമ്മയും ചേട്ടയും കൂടെ നടന്നു പോവാണ്. നല്ല വെയിലുണ്ട്. അമ്മ കുട ചൂടിയാണ് നടക്കുന്നത്. തൊപ്പി വെച്ചിട്ട് കൂടി നല്ല വെയിലാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരു പ്രതിമ കാണാനായിട്ട് പറ്റും. ഇത് മഹിഷാസുരൻ്റെ പ്രതിമയാണ് കേട്ടോ. മഹിഷാസുരൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത് മൈസൂരിന്. മൈസൂർ എന്ന പേര് തന്നെ വന്നത് മഹിഷാസുരൻ എന്ന പേരിൽ നിന്ന് തന്നെയാണ്. ഐതിഹ്യപ്രകാരം ചാമുണ്ടേശ്വരി ദേവി വധിച്ച മഹിഷാസുരൻ എന്ന അസുരൻ്റെ പ്രശസ്തമായ രൂപമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയാണ്. അപ്പോൾ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഇവർ ഭയങ്കരമായിട്ട് വില കൂട്ടിയാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഒന്നാമത് ഇത് പല ആൾക്കാർ വന്നു പോകുന്ന നാടായതുകൊണ്ട് തന്നെ ഓരോ സാധനത്തിനും അവർ പല റേറ്റാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും ഒരു സാധനവും അങ്ങനെ അധികം മേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ദ്രാവിഡ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ദസറയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ദസറ എന്ന് പറയുന്ന ഉത്സവത്തെ പറ്റി. പിന്നെ ഇത് മൈസൂർ രാജവംശത്തിൻ്റെ കുലദൈവമാണ് ചാമുണ്ടേശ്വരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കരിങ്കല്ല് കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഫീൽ ചെയ്യും. ഞങ്ങൾ മെയിനായിട്ടുള്ള ചാമുണ്ടേശ്വരി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഞങ്ങൾ കയറിയില്ല. കാരണം അവിടെ നല്ല ക്യൂ ആണ്. അപ്പോൾ അത്രയും ക്യൂ നിന്ന് നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് പറ്റില്ല. കാരണം ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ തിരിച്ച് വന്ന് വണ്ടിയിൽ കയറണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നടന്ന് സ്ഥലങ്ങളെല്ലാം കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ദർശനത്തിനായിട്ട് വെളിയിലേക്ക് ദേവീനെ കൊണ്ടുപോകുന്നായിരുന്നു, ദുർഗാദേവിയെ കൊണ്ടുപോകുന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് കാണാനായിട്ട് പറ്റിയില്ല. കാരണം ഞങ്ങൾ മറ്റു സ്ഥലങ്ങൾ കാണാൻ നടന്നതുകൊണ്ട് ആ ദർശനത്തിന് ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നു വരുന്ന വഴിക്കാണ് കേട്ടോ ഒരാളെ ഞങ്ങൾ കണ്ടത്. പുള്ളി അവിടുന്ന് ഓരോന്ന് തേങ്ങയും കരിക്കുമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ പുള്ളിക്കാൻ കൂടി ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെയും പുള്ളി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ തൊപ്പി മേടിച്ച്, ഞങ്ങൾ അച്ഛന് തൊപ്പി മേടിച്ചാട്ടോ. അച്ഛന് കച്ചവടത്തിന് പോകുമ്പോൾ തൊപ്പിയായിട്ട് പോകാൻ വേണ്ടി. അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കാൻ തരണമെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് വേണ്ടെന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ കൂട്ടുകാരി പറഞ്ഞു ഇവിടെ നിന്നൊന്നും മേടിക്കരുത്. ആ ഒരു വിശ്വാസത്തിൽ അമ്മ പോവാണ്. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്ത് കാണാം. അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ചേട്ടാ എന്തൊക്കെയോ ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ചിരിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും അടി മുകളിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് 3300 അടി മുകളിലാണ് നമ്മൾ ചാമുണ്ടേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ മൈസൂർ വീഡിയോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.